ഇത് നിറച്ച് അവനുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ. ആവശ്യമായിട്ടുള്ള നാത്തു പെടുന്നുണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആഘോഷിച്ചാളിയാ നേരത്തെ ഇൻഫോം ചെയ്താ മതി. വിഷുവിന് അളിയൊരു പിറന്നാളാ കേട്ടോ. എല്ലാരും ഓർത്തടാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് കോടതിയിലോട്ടൊക്കെ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് അതിനിപ്പുറം അമ്പിളിച്ചേച്ചിയുടെ അടുത്ത് പോകണം. ചാച്ചന്റെ വെല്ലുമ്മച്ചിയുടെ അടുത്ത് പോയി ചാച്ചനെ വെല്ലുമ്മച്ചിയും കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു, അപ്പം ചേട്ടനെ ചേച്ചിനെ എല്ലാരെയും കണ്ടു. അവിടുന്ന് നമ്മൾ കുറെ കറിവേപ്പിലി അത് ഇതൊക്കെ ആയിട്ട് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ വാളംപുളി, കോടംപുളി അതൊക്കെ നമുക്ക് അവിടെ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അവിടെ എല്ലായിടത്തും ഇവിടെ ഇടുക്കിയായിട്ടും കൊണ്ടുവന്നതുണ്ടായിരുന്നു. ഇവിടെ നല്ല വറ്റലാണ് കേട്ടോ. അതുകൊണ്ട് ഏലം ഒക്കെ ആണെങ്കിലും മോശമാണ്. അതുകൊണ്ട് ഏലക്ക മാത്രം കിട്ടിയില്ല. അതുപോലെ കുരുമുളകും കിട്ടിയില്ല. അപ്പൊ നമ്മള് തിരിച്ചു പോകുന്നതിനിപ്പം അമ്പിളിച്ചേച്ചിയുടെ അടുത്തൂടെ നമുക്ക് കയറിയിട്ട് പോകണം. അമ്പിളിച്ചേച്ചിയുടെ അടുത്ത് അതായത് അച്ചുക്കുട്ടന്റെ ബർത്ത്ഡേ ആണ്. അല്ല അമ്പാടിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് 17-ാം തീയതി. 3 വയസ്സ് തികയാണ് കേട്ടോ. അപ്പം അത് നമുക്ക് നേരത്തെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം, സർപ്രൈസ് ആയിട്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് പ്ലാൻ ചെയ്ത് മനസ്സിലിങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും സെലിബ്രേറ്റ് ചെയ്യാൻ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കാരണം നമ്മൾ നല്ല ഞെരുക്കത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആ ഞെരുക്കം ഒന്നും കുഴപ്പമില്ല. നമുക്ക് കേക്ക് മേടിച്ചോണ്ട് പോകാം, ചേച്ചാ കുറച്ച് കുഞ്ഞിന് കുറച്ച് സാധനങ്ങളിലൂടെ മേടിച്ചോണ്ട് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ കൊച്ച് മേടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു വരുന്നത്. ഞങ്ങള് ഇവിടെ കട്ടപ്പന ബേബി സ്റ്റോറിൽ നമുക്ക് അവിടുന്ന് മേടിച്ച് നമ്മുടെ കടയിൽ നിന്ന് എടുത്തിട്ട് വരായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ, അതായത് പിന്നെ ചെയ്യാന്നുള്ള ഒരു രീതിയിലായിരുന്നു കിടന്നത്. അപ്പൊ അവിടെ വന്നപ്പോ അവർക്ക് അന്നാ ചെയ്യണമെന്ന് നിർബന്ധം. അപ്പൊ നമുക്ക് അന്നാ പിന്നെ അത് നടത്തിയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തിട്ട് തന്നെ പോകാം. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് ഇറങ്ങി ഇങ്ങോട്ട് വീട്ടിലോട്ട്, അതായത് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മേടിച്ച് വണ്ടിയിലെല്ലാം വെച്ച് പോകുന്ന 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഒരാൾക്ക് ശ്വാസം മുട്ടി, ചുമ ശരിക്കും കൂടി ശ്വാസം മുട്ടി. 20 ഏക്കർ ആശുപത്രിയിൽ നമ്മൾ പോയി. അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് 1 മണിക്കൂർ എടുത്തല്ലേ, 1.5 മണിക്കൂർ എടുത്തു. റിസൾട്ട് ബ്ലഡും ചെക്ക് ചെയ്ത് കേട്ടോ. 2 മണിക്കൂർ മേളിൽ എടുത്തു. അവിടെ ആശുപത്രിയിലും പോയി കഴിഞ്ഞിട്ട് ചാച്ചന്റെ അടുത്ത് വെല്ലുവിളിച്ച് എടുത്തും പോയിട്ട് ആണ് ഇങ്ങോട്ട് എത്തുന്നത് കേട്ടോ. ഇപ്പൊ ഏകദേശം 5:15 ആയി കേട്ടോ. നമ്മള് വെളുപ്പിന് ഇറങ്ങിയതാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വന്നപ്പോ കേസിന്റെ ഒരു കാര്യത്തിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവുമല്ലോ എന്തുമായാലും. അപ്പം അതെല്ലാം നമുക്ക് ഇവിടുന്ന് മറന്ന് ഇവിടുന്ന് തന്നെ ഇടുക്കിയിൽ തന്നെ അതെല്ലാം കഴുകി മാറ്റിയിട്ട് നമുക്ക് പോകാം അല്ലെ. നമുക്ക് ഹാപ്പി ആയിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ടിയിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകാം കേട്ടോ. അതുങ്ങൾ രണ്ടുപേരും വഴക്കാന്നാണ് പറഞ്ഞത്, ഭയങ്കര വഴക്കാന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അച്ചുക്കുട്ടന്റെ അമ്പാടിയുടെയും എന്റെ പെങ്ങളുടെ അടുത്ത്, പെങ്ങളൂട്ടിയുടെ അടുത്തോട്ട് പോകാം കേട്ടോ. അളീനും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാരും വരുന്ന ഒരു ടൈമായി. അച്ചു വരുന്ന ടൈം നോക്കി പിന്നെ ഞങ്ങൾ ഇച്ചിരി വൈകി പോന്ന് വിചാരിച്ചായിരുന്നു. 4:30 വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതിൽ താമസിച്ചു, നല്ല താമസിച്ചു. അപ്പൊ അവനുള്ള അമ്പാടിക്കുള്ള കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അച്ചുകൂട്ടൻ ഇപ്പം ഒന്നും മേടിച്ചില്ല. അച്ചുകൂട്ടന്റെ ബർത്ത്ഡേക്ക് അച്ചുകൂട്ടൻ ഞാൻ എപ്പോഴും സർപ്രൈസ് കൊടുക്കുന്നതാണല്ലോ. അപ്പം ബാക്കി കുറെ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ബാലൻസ് വേറെ ഒന്നും സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. കാരണം ഇപ്രാവശ്യം നമ്മള് കാറിനൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ സ്ഥലത്തിന്റെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ പൈസയും കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുക്കേണ്ടതെന്ന് അതുകൊണ്ടൊക്കെ നമ്മൾ അല്ലെ. അപ്പം ഇത്തിരി ചെറിയൊരു ടൈറ്റിലൊക്കെ ആയിരുന്നു. അപ്പം കുഞ്ഞുങ്ങൾക്കുള്ള സാധനം അമ്പാടിക്ക് മാത്രം ഇപ്പൊ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ള അവന്റെ ബർത്ത്ഡേ പ്രമാണിച്ച്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം അല്ലെ. യെസ്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോകട്ടോ. അതെ, യെസ്. നമുക്കത് വലുതാണ് കേട്ടോ. അതെ, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞങ്ങൾ ഇങ്ങനെ ചെറിയ 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 സാധനങ്ങള് അമിക്കും കിങ്ങിണി ഉണ്ടായ ടൈമിലാണ് തോന്നുന്നു ഫസ്റ്റ് ടൈം ഞാൻ ഇന്ന് ഇവിടെ കയറിയപ്പോ ഞാൻ അതാണ് ഓർത്ത്. നമ്മൾ അന്ന് ഇതുപോലെ സെയിം കേട്ടോ. അപ്പൊ അന്ന് 28 മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് കാണാതെ അല്ലെ. നേരെ വീട്ടിൽ ഇടുവാ. യെസ്. കേക്ക് കഴിവൊന്നുമില്ല. കേക്ക് 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 നിറച്ച് അവനുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ.
കാണിച്ചു തരാം. സെലക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മിക്സ് ചെയ്ത് വെള്ളമില്ലാഞ്ഞിട്ട് കണ്ടോ, ഉണക്ക് കണ്ടോ കണ്ടോ. പിന്നെ ഇവർക്ക് പിന്നെ വെള്ളമുണ്ട്. വെല്ലുമ്മച്ചിയുടെ ഇങ്ങനെ പൂവൊക്കെ വന്നിട്ട് ഇങ്ങനെ ഗഡ് നിൽക്കുക. പക്ഷെ വെള്ളം മഴയില്ലാത്തോണ്ടും വെള്ളം ഇതാകത്തോണ്ടും അയാളെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം, എന്നാലേ അത് നല്ലപോലെ വളരത്തുള്ളൂ. ഇവർക്ക് പിന്നെ വെള്ളമുണ്ട്, പിന്നെ മോട്ടർ ഇട്ട് അടിച്ചാൽ മതി. തെന്നി വീടല്ലേ, നല്ല തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഇറങ്ങി വരുമ്പോ അല്ലേ. വാവ്, വെട്ടം കുറവാ ചേട്ടായി. വരുന്നുണ്ട് ചേട്ടായി. നമുക്ക് പക്ഷെ അവരെ കാണത്തില്ല. ഇല്ല, നമുക്ക് കാണത്തില്ല. ഓ, ഇത് നോക്കിയടി മുളക്. പിടിച്ചല്ലോ, നിന്നെ പിടിച്ച് തിന്നു. അല്ല, ഇത് മറ്റേ മുളക്. മറ്റേ മുളക് കഴിഞ്ഞ സമ്മ ചെങ്ങന്നൂരിന്ന് കൊടുത്തു വിട്ടെ. അല്ല, ആവശ്യമായിട്ടുള്ള നാത്തും വരുന്നുണ്ടേ. ആവശ്യമായിട്ടുള്ള നാത്ത് 20 ഏക്കർ ആശുപത്രി കടത്തിയിട്ട് വരുക. ശ്വാസം കിട്ടാതെ ഇതൊക്കെ ചുമച്ച് ശ്വാസം ഇല്ലാണ്ടായി. ഇനി 20 ഏക്കർ ആശുപത്രി ഒരു 2 മണിക്കൂർ രക്തമൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ പോന്നു. പിന്നെ കാഞ്ചാലോടെ കയറി. ഹലോ, ആണോ? ഇതെന്നെ ഇങ്ങനെ ഒളിച്ചു നിക്കുന്നേ, ഇതിനെ ഒളിച്ചു നിക്കുന്നേ. കഴിഞ്ഞ ദിവസം കണ്ടല്ലേ അച്ഛൻ എപ്പോഴാടാ വന്നേ? ആണോ? പനിയാണോ? ആണോ? ബർത്ത്ഡേ ചെറുക്കൻ കുളിച്ച് സുന്ദരനായിട്ടാണ്. ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് പറ. എന്റെ ബർത്ത്ഡേ ആയിട്ടില്ല കേട്ടോ. നാളത്തെ കഴിഞ്ഞാണ്. ഇനിയിപ്പോ നാളേക്ക് ഓടി വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുടെയും വിഷു മാത്രല്ല പ്രാർത്ഥനയും എല്ലാ അനുഗ്രഹവും. സ്കൂളിലെ പഠിത്തമൊക്കെ തുടങ്ങാണ് കേട്ടോ. കുറിച്ചാണ് അവൻ നോക്കത്തില്ല, ചിരിക്കത്തില്ല, പക്ഷെ നാണോ മാറിന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് വരത്തില്ല നമ്മുടെ കയ്യിലോട്ട്. അവനെ എഴുതിപ്പിച്ചോ? അവനെ എഴുതിച്ചോ? അവന് ഇവന് പനിയാണ് കേട്ടോ. ചിന്ന ചൂടാണ്, നല്ല ചൂടുണ്ട്. നമുക്ക് കേക്ക് കട്ടിയാം. ഉപഭോക്താവേ, ഇവരുടെ 2 പേരും ഉപഭോക്താക്കള് കേറാതെ പോട്ടെ പോട്ടെ. ഇവിടെ വാ. എന്റെ അമ്മോ, ഞാൻ അവിടുത്തെ ഇവിടെ ആശുപത്രിയിലായി കളിച്ചു പോയി കാണുന്നത്. ചൂടല്ലായിരുന്നു അവിടെ. തണുപ്പായതാണ് അത്ര സീൻ വരാൻ. ഞങ്ങളത് ചുണ്ടടച്ച് വെച്ചേക്കുക. എനിക്ക് നോക്കട്ടെ, ഞാൻ എടുക്കാം. പതുക്കെ എടുക്കണം. പൂസ് എന്തോ അത്. ഹാപ്പി ബർത്ത്ഡേ അമ്പാടി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അമ്പാടി ചക്കരയാണ്. ഓ, തൊട്ടൊക്കെ ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് മോനെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടുന്ന് തോണ്ടി എടുത്തിട്ട് ഞാൻ കണ്ടായിരുന്നു. എല്ലാരെയും ഞാൻ കാണിച്ചു കൊടുക്കും. എല്ലാരെയും ഞാൻ കാണിച്ചു കൊടുക്കും. ഇഷ്ടപ്പെട്ടോണ്ടല്ലേ 2 എടുക്കത്തുള്ളൂ. ഇഷ്ടപ്പെട്ടില്ല പിള്ളേർക്ക് എല്ലാരും നിന്നാട്ടെ. അതെ, കേക്ക് സ്മാഷ് ചെയ്യുക. ഇങ്ങനെ ഞങ്ങളുടെ 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കേട്ടോ. നിങ്ങളൊന്നും വരണമെന്നില്ല കേട്ടോ. കത്തി വരാൻ വൈകിയത് കൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കേക്ക് വെട്ടിയതില്ല. വരും തോന്നില്ല കേട്ടോ. മാമനും അമ്മയും കൂടെ മുറിപ്പിക്കട്ടെ. നിങ്ങൾ കണ്ടിരുന്നു മാമ മുറിപ്പിക്കുന്നെങ്കിൽ
അമ്മായി പിടിച്ചില്ലേ എലി മോഷണം ചെയ്തു. അയ്യോ അല്ല ഇത് പെങ്ങളുടെ അതേ ആവശ്യം ബർത്ത്ഡേക്ക് കൈ കൊണ്ടോ കൈ പിടിച്ചു, അവന്റെ കൈ പിടിച്ചു. നിക്ക് അച്ചുചേട്ടയുടെ കൈ കൂടെ പിടിക്കും. അച്ചുചേട്ടൻ കൂടെ പിടിക്കും, അച്ചുചേട്ടൻ കൂടെ പിടിക്കും, അച്ചുചേട്ടൻ കൂടെ പിടിക്കും. അല്ലേ ഹാപ്പി ബർത്ത്ഡേ പാടിക്കോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്പാടി കത്തി ഇതിനകത്ത് അവര് വെച്ചില്ല. ആരും കൊടുക്കുന്നില്ല. അത് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് രണ്ട് കൈ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നമ്മളെടുത്തില്ല കേട്ടോ. ഇച്ചി മാമൻ വായി വെച്ച് കൊടുക്കും. ഇല്ല കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെയാ. ഓരോരുത്തരും ഓരോ ഇതല്ലേ. ഓ മൂത്തത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും മൂത്ത. ഇനി അച്ചിക്കോട്ടന് എടുത്തു കൊടുത്തേ അമ്പാടിക്ക്. അച്ചിക്കോട്ടിന് അമ്മയും. ഇനിയിപ്പോ മുറിക്കുന്നു വേണ്ട, ഞാൻ ആക്കിയത് അമ്മേ ചേട്ടൻ കൊടുക്ക മുറിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? പല്ലുണ്ട് നാവുണ്ട്, വർത്താനം പറയും ഇങ്ങോട്ട്. എന്റെ നാടാ ഇത്. ചേടാ ഞാൻ തന്നെ ബർത്ത്ഡേക്കാരന് വേണ്ടി ഞാൻ തന്നെ കുഞ്ഞതായതുകൊണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ. കിട്ടിയോ? അവിടെ വാങ്ങിച്ച് തിന്നാ പോരോ, കൊച്ചിനാ കൊടുക്കണ്ടേ. കൊച്ചിനാ എനിക്ക് കിട്ടി, ഞാൻ മൂത്ത കുഞ്ഞിനോടെങ്കിലും എല്ലാം കൊടുക്കും. നല്ല കാണാം. എന്റെ കഷ്ടത്തിനൊക്കെ എന്നെക്കാട്ടിലും മുന്നേ വന്നെടുത്തിട്ട് പോകുന്നുണ്ട്. അവൻ തിന്നുന്നുണ്ട് എടുത്തെടുത്ത്. ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കും. ശരി എടുത്തോട്ടെ. അമ്മായിക്ക് ഇച്ചിരി കൊടുക്ക്, വായി വെച്ച് കൊടുത്തേ അമ്മായിക്ക്. വായി വെച്ച് കൊടുത്തേ. അയ്യോ മാമന് വായി വെച്ച് കൊടുത്തില്ല. മാമന് എടേ മാമന് കൊടുക്കാം. മാമനും കൊടുക്കിച്ചില്ലേ, എടുത്തു കൊടുത്ത് മാമനും കൊടുത്തേ. മുറിച്ചു കൊടുക്കാം. അവൻ കഴിച്ചു, അവൻ സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചോട്ടെ. അങ്ങനെ കഴിക്കുന്ന കഴിച്ചോട്ടെ. അല്ലെങ്കിൽ പകുതി എടുത്തു. രണ്ടിടത്തും കൊടുക്കണം. നിന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം. മേളത്തെ ചേച്ചിമാരില്ലേ, രാധയും കൃഷ്ണനും ഒക്കെ കൊടുക്കണം. അല്ലു മാമന് വായിച്ചു ഞാൻ നാളെ വിഷയം എല്ലാവർക്കും ഇച്ചിരി ഒന്നും എടുത്തു കൊടുത്ത കുഞ്ഞ്. ഇത് ഇങ്ങനെ നീട്ടിക്കൊടുത്തേ എന്റെ ബർത്ത്ഡേക്ക്. ഇത് ഇങ്ങനെ ഇച്ചിരി കൊണ്ട് നോക്കി. ഈ ക്യാമറക്ക് ഇച്ചിരി കൊടുക്കാവോ? ക്യാമറക്ക് ഇച്ചിരി കൊടുക്കാവോ? ഇച്ചിരി നീട്ടി ഇങ്ങനെ പിടിച്ചിട്ട് നീട്ടി പിടിച്ച് ഇങ്ങോട്ട് നോക്കട്ടെ. അമ്പാടിക്കോട്ട് നീട്ടി എന്റെ ഭാഗ്യലോട്ട് നോക്കട്ടുള്ളത്. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്റെ വയറിഞ്ഞിട്ടുള്ള കേസ് അവനിതൊന്നും അറിയാൻ പ്രായമാകാത്തോണ്ട് ഞാൻ തന്നെ കേട്ടോ അമ്പാടിയുടെ മൂന്നാമത്തെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ല അറിയാമെങ്കിൽ ഇപ്പം എല്ലാരും കണ്ട് അങ്ങനെ സംസാരം ഒത്തിരി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എടി രാധുവിനും കണ്ണനും അന്നുവിനും ഒക്കെ കൊടുക്കണം. കയ്യോട് പകുതി ഇങ്ങനെ മാറ്റിയാൽ മതി. അത് ബാക്കിയാണ് അങ്ങനെ തിന്നുന്നതിനോട് ഒരു പാത്രത്തിലല്ലേ വെച്ചു കൊടുക്കും. എനിക്ക് എന്റെ ബർത്ത്ഡേ വാട്ടുകപ്പ കേട്ടോ. അത് ചിറ്റാമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് തന്നു വിടുന്നതാണ് കേട്ടോ. വാട്ടുകപ്പ സ്വന്തം ചിറ്റാമ്മ ഈടെ എന്നോട് ചോദിച്ചു, അപ്പം മോനെ വാട്ടുകപ്പ എവിടെയൊന്നും കിട്ടാൻ മതി. ഞാൻ പറഞ്ഞു അവിടെ ഇട്, അവിടെ ഒന്നും നല്ലതൊന്നും കിട്ടത്തില്ല. ഒന്നെങ്കിൽ എന്നാ പറയാ, മറ്റേ കെട്ടുകപ്പ ഇല്ലേ, കെട്ടുള്ള കപ്പ, അത് വാട്ട്. അതാ പറഞ്ഞേ.
പന്നക്കപ്പയായിരിക്കും. ഈ ചേട്ടയുടെ കൂട്ടുകാരൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന ഓഹോ 100 കിലോ കപ്പ പലതും പല ഇത് 100 കിലോ കപ്പ ഇങ്ങോട്ട് നമ്മൾ എടുത്തില്ല. അവനെല്ലാം തുറന്നെടുക്കണം. അതെ, നോക്കട്ടെ തുറന്നെടുക്കണം. അവന് ബർത്ത്ഡേക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കേട്ടോ. ആമിച്ച കൊടുത്തു വിട്ടാ നമ്മുടെ അടുത്തില്ല. ആമിച്ചൻ തന്നെ വിട്ടത്. ആമിച്ചൻ എന്നെ നോക്കിയിരിക്കണേ. JCB മറ്റേ ജെസിബി ആണോടി? അയ്യോ കേടി. ഇവിടെ ഇതിന്റെ വേറെ അതെന്താ ചുമല വേറെ ചമ്മടെ വേറെ അത് അച്ചുക്കുട്ട ശിവരാത്രിക്ക് മേടിച്ചു കൊടുത്താ. അല്ലേ ഇത് എങ്ങനെയാണ്ടൊക്കെ അടുത്ത ജെസിബി ആണോ നോക്കിയേ? ജെസിബി ഇത് നമ്മുടെ കടയിലുണ്ട്. ജെസിബി എന്ത് അത് നമ്മുടെ കടയിലുണ്ട്. ജെസിബി ഇത് അതിന്റെ ഇച്ചിരി വലുത്. അച്ചുക്കുട്ട ശിവരാത്രിക്ക് മേടിച്ചു കൊടുത്ത ഇത് അങ്ങനെ നല്ല നല്ല സൂപ്പർ സാധനമല്ലേ. ഇതിലൊക്കെ കേറി പോവേ. ഇങ്ങനെ ഇനി അടുത്തേക്ക് ഒരെണ്ണം നോക്ക്. ജെസിബി ആണോടി? എന്റെ ചേർത്തിട്ടെ അനേ വണ്ടി 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 വേറെ വണ്ടി വേറെ സാധനം ഒരു ഗോൾഡൻ കളർ സാധനം ഇരിക്കുന്നുണ്ട്. ജെസിബി ആണോ മോനെ? ഗോൾഡൻ കളർ സാധനം ഇരിക്കുന്നുണ്ട്. അത് മാത്രം കൊച്ചിന് ഇഷ്ടമല്ല. അത് ഇഷ്ടപ്പെടണം. ഇഷ്ടമല്ല കുഞ്ഞമ്മ എടാ, കഴിഞ്ഞ ദിവസമേ ഓമനായിട്ട് ഇഷ്ടമല്ല. കൊച്ചെന്ന് അമ്മമാടി പോന്നെന്ന് പറഞ്ഞു കോളം കട്ടാക്കി. അയ്യോ അങ്ങനെ പറയില്ല, പഠിച്ചണം. മോൻ അമ്മമാടിയിലൊക്കെ കാണാൻ പറഞ്ഞു കോളം കട്ടാക്കി. അതെ. വാതില് കേട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വണ്ടി കുഞ്ഞില്ലേ, വണ്ടിയോടുള്ള ഇതൊരിക്കല്ലേ. ആശാടെ ചെറുക്കൻ രണ്ടുമൂന്ന് അല്ല അംഗനവാടി പോകുന്നതിന് മുന്നേ നമ്മള് ചെറിയ ചെറിയ കഥ വിട്ട് മാറി നിൽക്കുകയല്ല. നീ പറഞ്ഞാല് പോയി മൂന്നാമത്തെ ദിവസം പറയുന്നു പിയേരുടെ വർത്താനം ഒച്ചയൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പിയേരുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അത് ചാടി അങ്ങോട്ട് ചെയ്ത് പോയി കയറിയിട്ട് പറഞ്ഞു ഇനി അമ്മ പോട്ടെ ഞാനിവിടെ ഇരുന്നു. പിന്നെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇവന്മാരുണ്ടായിരുന്നു കൂട്ടെ. 3 പിള്ളേരുണ്ടായിരുന്നു. അല്ലുണ്ട്. ഇത് കറക്റ്റ് വെക്കണം. എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഊരണം. ഇതിങ്ങനെ പറയും. ഇവിടെ തിരിച്ച് എടുത്തിട്ട് ബി ഇവിടെ എല്ലാം കൂടെ കറക്റ്റായിട്ട് കുഞ്ഞു തന്നെ വെക്കണം. പഠിക്കണം ഓരോന്ന് കേട്ടോ. അമ്പാജി അച്ചേട്ടായി രണ്ടിന്റെ പേര് അങ്ങോട്ട് വിട്ടു. അച്ചേട്ടായി എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇതെല്ലാം തിരിച്ചെടുത്ത് ബി പറഞ്ഞിവിടെ വെപ്പിക്കണം. എനിക്കിനി അവധിയാകുമ്പോ കേട്ടോ. ഇത് സി ഇവിടെ വെപ്പിക്കണം. ഡി അവന് പറഞ്ഞു കൊടുത്തവനെ കൊണ്ട് എന്നെ ഇവിടെ കൈ വെപ്പിക്കണം. മേടിച്ചു കൊടുത്തത് അല്ല അല്ല ഇതൊക്കെ ഇവന്മാരുടെ ഭാഗ്യം. ഇതേ കൂട്ട് അച്ചുക്കുട്ടിനെ എത്തിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോ അറിയുന്നോ അച്ചുക്കുട്ടിനെ ഇതേ കൂട്ട് എത്തിച്ച് സനിച്ചേട്ടയും മേടിച്ചോട്ട് അതെ അതെ. അമ്പാടിക്ക് തന്നെ രണ്ടാമത്തെ മാമൻ. അവന് ആവശ്യത്തിനുള്ളതായി. കണ്ടോ വണ്ടിയായിട്ട് പോവാ, സമാധാനത്തിൽ ഇരുന്ന് ഓടിക്കാൻ. സ്ഥലം കണ്ടത് പോവാ. അച്ചുചേട്ടായിക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ ചോക്ലേറ്റ് ഇല്ലായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അച്ചുചേട്ടായി അന്ന് എന്നെ വിളിച്ചപ്പം വീഡിയോക്കകത്ത് കണ്ടപ്പോ അപ്പമാമ മാറ്റി വെച്ചേക്കണമെന്ന് പറഞ്ഞേ. പക്ഷെ വന്നപ്പോഴത്തേക്ക് തിന്ന് തീർന്നായിരുന്നു കേട്ടോ. അത് അടിയായിരുന്നു ഇവരുണ്ട്. അച്ഛൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കും, വെള്ളം എടുക്കുന്ന കൂട്ടത്തില് ഒരെണ്ണതിനും അടുത്ത കുപ്പി വെക്കുന്നതിനും പിന്നെ വഴക്കുണ്ടാക്കി മേടിച്ചു കൊടുത്തത് ഇവിടെ പോയി വണ്ടിയുടെ മേളമല്ലേ. കരോട്ടത്തെ കച്ചം മേടിച്ചു കൊടുത്തത്. ദൈവമേ എന്റെ ദൈവമേ നോക്കിക്കോ അമ്പാടി. അളവ് കറക്റ്റ് ആണോ? എനിക്കിത് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞു ഇവന്റെ കാലിന് നീട്ടം നല്ല നീട്ടമുണ്ടല്ലേ. അതാ ഞാൻ പറയാൻ പാടില്ല. ഓ കറക്റ്റ് എന്റെ അമ്മോ. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു വെച്ചു ഇൻകേസ് എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മുടെ ഇവിടെ ബേബി സ്റ്റോർ തന്നെയാ കട്ടപ്പനയിലെ. മറ്റേ നമ്മുടെ ഇടുക്കി കാവല കഴിഞ്ഞ് ഞങ്ങൾ തിരിയുമ്പോഴേ ഈയിടെ തുടങ്ങിയതല്ലേ. അപ്പുറത്തിരുന്ന കടയാ. അത് തന്നെ
എന്നിട്ടേ അവർക്കറിയാം നമ്മുടെ കടയൊക്കെ അറിയാം. എന്നിട്ടേ കുഞ്ഞിട്ടേ ഇട്ടേ ഇട്ടേ അല്ല ഇതൊക്കെ പൊട്ടിച്ച് ഇത് പൊട്ടിക്കാതെ അച്ഛൻ്റെ കൂട്ടി ചെരുപ്പ് വേണം. ചേട്ടനൊക്കെ ഇപ്പൊ എത്ര 370 രൂപയോ ചെരുപ്പ് മേടിച്ച? ഇങ്ങനെയാണ് ഞാനും വർഷം നേരത്തെ ഒഴിച്ചാളിയാ നേരത്തെ ഇട്ടുപോ ചെയ്താ മതി. വിഷുവിന്റെ പിറന്നാളാ. വിഷുവിന് അളിയൊരു പിറന്നാളാ കേട്ടോ. എല്ലാരും ഓർത്തടാ. ഏപ്രിൽ 17. ഏപ്രിൽ 17 അടിപൊളി. ഇങ്ങനെയാണ് ആഘോഷിക്കണം. ഓ ഇവിടെ 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 വാ. ചളിട്ട് നോക്കിട്ട് നോക്ക. ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ലച്ചുവിന്റെ അന്ന് ഒന്നാം പറഞ്ഞോളൂ. ലച്ചുവിന്റെ ഏപ്രിൽ 15 വിഷുവിന്റെ അന്ന്. വിഷുവിന്റെ അന്ന്. ഓ എന്റെ അമ്മ. ചിത്രയാണോ ശരിക്കുള്ള ബർത്ത്ഡേ തന്നെയാണോ? ആണോ? ഞാൻ അവിടെ തള്ളിയായിരിക്കും. അല്ല സത്യമാണോ? ആണോ? ആ ഓ ഓ വിഷുവിലുള്ള ഈ വിഷു 16 14 കണ്ട. എല്ലാ വർഷവും 14 പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മാത്രം 15 ആയിരുന്നു. അത് ഞാൻ മേഡം 2-ാം തീയതി. മേഡം 14-ാം തീയതി 1-ാം തീയതി മലയാളം മാസം 1-ാം തീയതി. മേഡം 2-ാം. അതെ അമ്പാടിയേ. പക്ഷെ ചിത്രം ഒരു ഗ്ലാസ്സില് അപ്പം ചിത്ര വരുന്ന അമ്പാടി ഇത് നോക്കിക്കേ ലൈറ്റ് മേടമാസം 10-ാം തീയതിയാണ് ചിത്ര കാണുന്നത്. മേഡം 5-ാം തീയതി. പിന്നെ ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ ആമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്കാണ് മാജിക് വാട്ടർ ബുക്ക് എന്ന് പറയും. ഇതിപ്പോ ഈ ബുക്കിന് ഫ്രണ്ട് പേജ് ചെയ്ത് തുറന്നു കഴിഞ്ഞതിനകത്തൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഈ കാറ്, കിളിയുടെ പടം, ഈ വെള്ള ഈ പേനക്കകത്ത് നിറച്ചില്ലേ, ഇതിവിടെ ഇങ്ങനെ ഓടിക്കുമ്പോ ഇതിങ്ങനെ തെളിഞ്ഞു ഞാൻ മര്യാദക്ക് വിളിച്ചാൽ അവൻ ചെയ്തോളെ കൊടുക്കണേ അങ്ങോട്ട് പഠിപ്പിക്കുകയല്ലായിരുന്നു ഇതെല്ലാരും. എന്നാ കാണിച്ച ഓ അറിയാൻ കേട്ടോ രക്ഷപ്പെട്ടു. ഇതൊക്കെ ഞാൻ പണ്ടേ പഠിച്ചിട്ടുള്ള വിചാരം. ഓക്കെ ഇതിലിങ്ങനെ വരച്ച് ഇതെല്ലാം തെളിയിച്ച് കാണിച്ചു കൊടുക്കണം ഇവരെ. കുറച്ച് കഴിയുമ്പോ ആ വെള്ളം അങ്ങ് പോകും. അവന് സമാധാനമായിട്ട് പോയിരുന്നു. അവനെല്ലാം സമാധാനത്തിന്റെ ആളാ കേട്ടോ. ആരും ശല്യം ചെയ്യാൻ പാടില്ല അവനെ. അവൻ തന്നെ പോയിരുന്നു ചെയ്യാൻ പോയിട്ട് കീറി പോവാതിരുന്നാൽ മാത്രം നോക്കിയാൽ മതി. പക്ഷെ എത്ര നാള് വേണം നമുക്ക് ഉപയോഗിക്കാൻ. പിന്നെ വെള്ളം നിറച്ച് കൊടുത്താൽ മതി. അത് കുറച്ച് കഴിയുമ്പോ പിന്നെയും വെള്ളം പോയിട്ട് ആമിയുടെ പരിപാടി ഇതാ. രാവിലെ പോയി അതെടുക്കും, വരയ്ക്കും, നോക്കും. കൊറേ ഇതുണ്ട് അതിനകത്ത് ഓരോന്നും പഠിക്കാൻ. ഇനിയുണ്ട് അവനോട് ഒന്നും കൂടി വരാൻ വിഷുവിന് എനിക്ക് എന്റെ പിറന്നാളാണ്. ഇടുക്കി ട്രിപ്പ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ചാർജ് ആണ് കേട്ടോ. എല്ലാ ട്രിപ്പുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കോടതി കാര്യങ്ങൾ ഇനി ചങ്ങനാശ്ശേരി വെച്ചായിരിക്കും. ഞാൻ വന്നില്ല. വാ ഇങ്ങോട്ട് വാ. നീ തിരിഞ്ഞു അവനെ മറ്റേ അതിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ. എന്താ തുടക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് അതാ ഞാനത് ആലോചിച്ചായിരുന്നു. അവന് ഷർട്ട് നിക്കറ് കേട്ടോ. പിന്നെ അവന് നിക്കറ് കേട്ടോ. അത് ചേർന്നില്ലെങ്കിൽ ഒന്ന് ഇട്ടിപ്പിച്ച് നോക്കിട്ട് കേട്ടോ ചേച്ചി അങ്ങ് കൊണ്ടുവന്നാ മതി. ഇങ്ങനത്തെ ഇത്ര ഇറക്കമുള്ള ടൈപ്പ് ഉണ്ടല്ലോ കാര്യം. ഈ ഇലാസ്റ്റിക് ഉണ്ട്. പിന്നെ മറ്റേ ടൈപ്പ് ബെൽറ്റ് ഉണ്ട്. ഷർട്ട് കറത്തില്ല. ഷർട്ട് അത് ചെറുതാണെ കൂടെ മാറിയാ മതി. അവന് ഇനി വീട്ടിൽ ഇടുന്ന ഉടുപ്പ് കാണാ കള്ള. അവന് ഉടുപ്പ് ഇഷ്ടപ്പെട്ടില്ല. അവന് ഉടുപ്പ് വേണം. അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് അവന് വേണ്ടത്. നല്ല രസം ഇത്. എന്റെ കൈ റബ്ബറാന്ന് പറഞ്ഞു. അമ്മ
ഏപ്രിൽ 17-ാം തീയതി ആണോ? അതിന്റെ വേറെ ഹാഷ് കളർ പോകാന്ന് പറയുന്നുണ്ട്. പോകാൻ ചില സമയത്ത് ചിലപ്പോഴേ പോവുള്ളൂ. ആണോ? നല്ല ഷർട്ട് ഇത് രണ്ട് നെറ്റി ഇടാൻ പറ്റാ അളിയനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ബർത്ത്ഡേ എന്നാണ്. എനിക്ക് മറന്നു പോകണ്ട. നാളെ നോക്കുന്നില്ല. മെയ് 26 അമ്മയുടെ ബർത്ത്ഡേ, മെയ് 7 എന്റെ ബർത്ത്ഡേ, ഏപ്രിൽ 15 ലച്ചുവിന്റെ ബർത്ത്ഡേ, ജൂൺ 19 എന്റെ ബർത്ത്ഡേ, അളിയന് മിസ്. അപ്പൂസിന്റെ ബർത്ത്ഡേ, ജനുവരി 10 എന്റെ അമ്മയുടെ ബർത്ത്ഡേ, ജനുവരി 10 എന്റെ അമ്മയുടെ അപ്പന്റെ വെഡിങ് ആനിവേഴ്സറി, ഫെബ്രുവരി 10 എന്റെ അമ്മയുടെ ബർത്ത്ഡേ, ചിറ്റാമ്മയുടെ ബർത്ത്ഡേ എന്നാണ് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇത് മാത്രമേ കയറുമ്പോൾ പ്രശ്നമാണ്. ചെവി അടഞ്ഞു താഴോട്ട് ഇറങ്ങിയാലേ ഇനി താഴോട്ട് ഇറങ്ങണേ എന്നാലേ ചെവി നോക്കട്ടെ. എന്റെ ബർത്ത്ഡേ എല്ലാ വർഷവും ആഘോഷിക്കും. അയ്യോ അവള് ഇവിടുന്ന് ഇറങ്ങുമ്പോഴും അളിയന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നാണ് അളിയൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഞങ്ങളുടെ ഇളയ മോടെ ബർത്ത്ഡേ വിളിച്ച് പളിയും പറയും. ഇപ്പോൾ 14 എന്റെ ബർത്ത്ഡേ വന്നേ, ഞാൻ ഇപ്പോൾ 15 കാര്യം പറയുമ്പോ ഷഷ്ടി മൂർത്തി കാര്യമാണ് വരെ ആ ശരി അളിയാ, ഓക്കെ. പോയിട്ട് വരാം. നിങ്ങൾ ഇനി കയറണ്ട, ഇറങ്ങിക്കോ. കുഞ്ഞായിട്ട് ഇറങ്ങി വരവ് പാടാ പൊക്കോ. അയ്യോ അത് അല്ല ഇവിടെ തന്നെയല്ല കേട്ടോ, ചെരല. ഈ രാത്രി എന്റെ ആങ്ങളെ എന്നെ വന്നിട്ട് തള്ളിയിട്ടിട്ട് പോയെന്ന് പറഞ്ഞേ. അങ്ങനല്ല നമ്മളെടുക്കുന്ന നിങ്ങൾ തിരിച്ചറിയി പോയപ്പോഴല്ലോ ഞാൻ വീണ്ടും കാല് വിളിക്കിയിരിക്കുകയാണ്. ഞാൻ അവിടെ കയറിയായിരുന്നു. നമ്മള് ടാറ്റ പറയാണ് രാത്രിയില്. എന്തൊരു ഇറങ്ങിപ്പോയി വീട്ടിൽ പോയി കറിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. അതെനിക്ക് മനസ്സിലാവും. ഇവിടെ വന്നിട്ട് കുഞ്ഞു ആവശ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേ. ഇവിടെ മാട്ടുവാ അളിയിലോട് വഴക്കുണ്ടായിക്കോട്ടെ. അങ്ങനല്ല, ഇത്ര ഇങ്ങനെ ചേട്ടൻ ഇങ്ങോട്ട് സംസാരിക്കുന്ന രസാണ്. പിള്ളേരില്ലാത്തോണ്ട് ഇവര് പോകും. അല്ലെങ്കിൽ പിന്നെ എന്നാ ഓക്കെ. അച്ചുകൂട്ടന് പനിയാണ് കേട്ടോ, അച്ചുകൂട്ടൻ പോയി കിടന്നോട്ടെ. തല ശരിക്കും നനഞ്ഞിരിക്കുവാ. കുടിച്ചത് പോയി അല്ല നല്ലോണം തോർത്തത്, നല്ലോണം നനഞ്ഞിരിക്കുന്നു. ഇറങ്ങിക്കോ. നിങ്ങൾ പോകുന്ന ഞങ്ങളെയല്ലേ എന്ന് യാത്ര ആക്കുന്നത്. നിങ്ങൾ പോകുന്ന ഇന്ന് നിങ്ങൾ പോകുന്നതാണ് ഞങ്ങള്. ടാറ്റ ടാറ്റ. അല്ലെങ്കിൽ വെട്ടമില്ല കേട്ടോ ഇറങ്ങിയ. ഇല്ല ഇറങ്ങിക്കോ. നല്ല ഇരുട്ടായി വരുന്നുണ്ട്. അവിടെ തന്നെ വീഴും. പയ്യെ പോയാ മതി. ചിലപ്പോ നോടണമെന്നില്ല, അങ്ങ് വരെ നിങ്ങളെ കിട്ടത്തില്ല എന്തായാലും. അല്ല അവിടെ കണ്ണാന കണ്ണേ വേണ്ട. അയ്യോ അവിടെ കേറിക്കോ, ഞാൻ കയറ്റി വിടാം. മഞ്ഞേ എനിക്കൊന്നും കാണത്തില്ലേ. പേടിയാ ഭയങ്കര. ഇപ്പോഴേ ശീലമില്ലാണ്ടായല്ലോ. നേരത്തെ ഒന്നും വിഷയമില്ലായിരുന്നു. ഇത്തിരി തെളിഞ്ഞേ. ഇനിയുണ്ട് അവിടുന്ന് വന്നോണ്ട് അടിച്ചു വന്നോണ്ടേയിരിക്കും. എനിക്കത് വരുന്നതേ ഭയങ്കര പേടിയാണ്. വണ്ടി ഇങ്ങനെ അവർക്കും അറിയാത്തവരും ഉണ്ടല്ലോ, പെട്ടെന്ന് കയറി വരും. ഫോഗ് ലാമ്പ് വേണം, അതാണ് ഫോഗ് ലാമ്പിന്റെ ആവശ്യം. വളമാന്ന് തോന്നുന്നു. ഇങ്ങോട്ടാണ് പിന്നെ ഇടവും വലവും റൈറ്റും ലെഫ്റ്റും പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അത് രണ്ടും
രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മളെ ഇടത്തും വലത്തിന്റെ ആൾക്കാരാ. എന്തിലും കാണാമോ? നേരെ തന്നെ പോട്ടെ. നേരെ പതുക്കെ പോട്ടെ. എനിക്ക് ഡിം അടിച്ച കുറച്ചുകൂടെ കാണാം അല്ലേ? കാണത്തില്ലേ? നമുക്ക് നേരെ കണ്ണി. പക്ഷെ ക്യാമറ കുറച്ചുകൂടെ വിസിബിൾ ആയി. ക്യാമറ നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? കുഞ്ചൂസ് ചോദിക്കുന്നത് ഇതെന്താ സ്വർഗമാണോ ഇടാന്ന്? നമുക്ക് എന്തോ ഫീല്. നേരെ കണ്ണാലെ നേരെ ഒന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. മഞ്ഞിനകത്തോടെ ഇങ്ങനെ പോകുമ്പോഴേ മറ്റേ മഞ്ഞമ്മൽ ഇഫക്റ്റ് ആണ്. ലൈറ്റ് വരുമ്പോഴുള്ള സാധനം ഇല്ലേ? മഞ്ഞ് വീണ് പൊളിയല്ലേ? മണിത്തർ ഇതെന്തല്ലേ കാണിക്കും? നടക്കുമ്പോ നടക്കും. എന്തോ ഇത് കാണിക്കും നിങ്ങൾ? നല്ല രസമുണ്ടല്ലേ KSRTC? പകൽ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ ഇരുന്ന്. അയ്യോ ഇവിടെ വെള്ളമായിരുന്നു. ഇതെവിടുന്ന് അടി വെള്ളം വരുന്നത്? പിന്നെ കണ്ണ് കാണാത്ത പരിപാടിയൊക്കെ ചെയ്തു. പോവാ, ഒത്തിരി തണുപ്പ് അടിക്കണ്ട, ചുമ കൂടും. ഇനി ഇടുക്കി അല്ല പക്ഷേ അങ്ങോട്ട് ചെന്നാ ഈ മഞ്ഞിന്റെ കുളിർമ കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ചേരം ഇറങ്ങി നിന്നായിരുന്നു. മഞ്ഞിന്റെ കുളിർമ കാണാൻ നിർത്തിയെന്നല്ല, ഭയങ്കരമായിട്ട് കുളിർന്നിട്ട് പലതും പുറത്തുവിടാൻ നിർത്തിയതാണ്. ഗേൾസിന് മനസ്സിൽ കഴിക്കണം. ചങ്ങനാശ്ശേരി